കാര്യം കണ്ടടി നിങ്ങളും കൂടെ ഇങ്ങനെ ഞാൻ ഇനി തളർന്നോടി. നമുക്ക് ആരുമില്ലാതായി പോയടാ. ജീവിതത്തിന് ഒരു കയ്യബദ്ധപ്പെട്ടി എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യൂല. ഉണ്ടാവൂടാ, നമ്മളെ സഹായിക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നമ്മളെ സഹായിക്കാനും ആരെങ്കിലും ഉണ്ടാവൂടാ. ഇത്താത്തി ഞാനിപ്പോ ഒരേപോലെ എടുക്കണേ. എൻ്റെ കാക്ക മാത്രം ഓടി തളർത്തിക്കണ്. നിങ്ങൾ മാത്രമുള്ളൂ സഹായിക്കാൻ. ദയവായി നിങ്ങളെ കൊണ്ട് കഴിയണോ ഞങ്ങളുണ്ട്. ഒന്നും ഉണ്ടാവില്ലടാ, ഒന്നുമില്ല. അനിയനും അതെന്റെ അനിയത്തിയാണ്. അവളാണ് ഒരു കരള് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ അവളുടെ കാര്യം നോക്കണം, അവന്റെ കാര്യം നോക്കണം. രണ്ടാളെ ചികിത്സക്കും കൂടെ ഓടിയിട്ട് കഴിയണില്ല. 3 ദിവസം 4 ദിവസം കൂടുമ്പോ മരുന്നിന് ഒരുപാട് പൈസ വരുന്നത്. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. കഴിയണ എമൗണ്ട് തരണം. നമുക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ. വെള്ള കയ്യിലാണൊക്കെ. എല്ലാരും മനസ്സറിഞ്ഞ് സഹായിക്കണം. എന്നെ കൂടി പറ്റാത്തോണ്ടാണ് ഞാൻ ഈ ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ആവുന്നില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട നല്ല മനസ്സുള്ളവരെ, പരപ്പനങ്ങാടിയിലെ നല്ല മനസ്സുള്ള സമൂഹമേ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഈ പ്രിയപ്പെട്ട കുടുംബത്തെ കണ്ണീരോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഈ കൂടപ്പിറപ്പുകളെ നിങ്ങൾ ഏറ്റെടുക്കണേ. പ്രിയപ്പെട്ടവരെ, വളരെ പച്ചയായിട്ടാണ് പ്രിയപ്പെട്ട പൊതുസമൂഹമേ ഞാൻ പറയുന്നത്. ഒരു കൈയബദ്ധം റോഷന് സംഭവിച്ചു. ഒരു നിമിഷത്തെ കൈയബദ്ധം. ഇന്ന് ഹോസ്പിറ്റലിൽ പണമില്ലാത്തതിന്റെ പേരിൽ കരള് കൊടുത്ത ആളും കരള് മാറ്റിവെച്ച ആളും ഇങ്ങനെ ഒരേ കട്ടിലിൽ കിടക്കുമ്പോ രണ്ടുപേരും ഒരേ കട്ടിലാണ് കിടക്കുന്നത്. രണ്ടുപേർക്കും ഒരുപാട് ചികിത്സക്ക് വേണ്ടി ഒരുപാട് പൈസന്റെ ആവശ്യം. എന്നെ കൊണ്ടാണെങ്കിൽ എങ്ങനെ ഓടിയിട്ടും ആവുന്നില്ല. കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും മാത്രം. ഇതെന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. നിന്റെ അനിയനാണ്, ഞാനാണ് അവർക്ക് കരള് കൊടുത്തത്. ഞങ്ങൾ രണ്ടാളും ഒരു റൂമിൽ ഒരു കെട്ടും കിടക്കാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കാക്ക കുറെ ഓടി. ഞങ്ങളെ സഹായിക്കാൻ ആരും ഇല്ല.